ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 272 ദിവസം. സൂറത്തുൽ ബഖറ 266. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അയവദ്ദു അഹദുകും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫീഹാ من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. നിങ്ങളിലൊരുവൻ ഇതിഷ്ടപ്പെടുമോ? അവന് ഈത്തപ്പനകളും മുന്തിരിവള്ളികളും മറ്റെല്ലാ ഫലങ്ങളും നിറഞ്ഞ ഒരു തോട്ടമുണ്ട്. താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്ന നദികളാൽ അത് ജലസേചനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനെയാണെങ്കിൽ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. ഒന്നിനും കഴിയാത്ത അബലരായ കുറേ പിഞ്ചുമക്കളുമുണ്ടവന്. ഈ സാഹചര്യത്തിൽ ഒരു തീക്കാറ്റേറ്റ് ആ തോട്ടം കരിഞ്ഞു പോകുന്നു. ഈ വിധം അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയാകുന്നു. നിങ്ങൾ ചിന്തിച്ചെങ്കിലോ? നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ അള്ളാഹു വിശദീകരിച്ചു തരുന്നു. ഉദാഹരണങ്ങളിലൂടെയും ചരിത്രകഥകളിലൂടെയും വായനക്കാരൻ്റെ മനസ്സിനോട് ഖുർആൻ ആശയവിനിമയം നടത്തുന്നു. ഇവിടെ മനോഹരമായ ഒരു തോട്ടമാണ് ചിത്രീകരിക്കുന്നത്. ഈത്തപ്പനകളും മുന്തിരിവള്ളികളും ഫലപ്രദമായ പഴങ്ങൾ എന്നതോടൊപ്പം തോട്ടത്തിന് ഏറെ ഭംഗി നൽകുന്നവയുമാണ്. താഴ്ഭാഗത്തുകൂടി നദികളുമൊഴുകിയാൽ അത് പൂർണ്ണമാകുന്നു. ഏതൊരാളും കൊതിച്ചു പോകുന്ന മനോഹരമായ ഒരു തോട്ടത്തിൽ സന്തോഷപൂർവ്വം കഴിയുന്ന അതിൻ്റെ ഉടമ പിന്നെ കാണുന്നത് ഒരു തീക്കാറ്റേറ്റ് ആ തോട്ടം കരിഞ്ഞു പോകുന്നതാണ്. എന്തുമാത്രം ദൗർഭാഗ്യകരമായ അവസ്ഥയായിരിക്കും. ഇതുപോലെയാണ് ധാരാളം പ്രയോജനം ലഭിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്ത ഒരാൾ മോശപ്പെട്ട സംസാരങ്ങളും അഹന്തയും ധിക്കാരവും കാണിക്കുകയോ ദാനധർമ്മങ്ങൾക്ക് സാക്ഷാൽ പ്രചോദനമാകേണ്ടുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പകരം ലോകമാന്യം പ്രതീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. പരലോകത്ത് അത്തരം ആളുകൾക്ക് യാതൊരു വിഹിതവും ലഭിക്കുകയില്ല. തീക്കാറ്റേറ്റ് കരിഞ്ഞുപോയ തോട്ടം കണക്കെ അത്തരക്കാരുടെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കരിഞ്ഞു ചാരമായി നശിക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താലും സൃഷ്ടികളോടുള്ള സ്നേഹത്താലും അള്ളാഹു വിവരിച്ചു തരുന്ന ഇത്തരം കാര്യങ്ങളെ ഒരു മുന്നറിയിപ്പായി സ്വീകരിച്ച് ജീവിതം തന്നെ ക്രമീകരിക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട്? അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.